ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ കൊത്തിയ പാമ്പിനെ കൊണ്ട് തന്നെ വിഷമിറക്കിക്കുക എന്ന് പഴമക്കാർ പറയുന്നത് പോലെ തന്നെ തനിക്ക് പാര വയ്ക്കുന്ന പിങ്കിയെ കൊണ്ട് തന്നെ തനിക്ക് സപ്പോർട്ട് ചെയ്യിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ നന്ദ. നന്ദയുടെ മുന്നിൽ എല്ലാവരും ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുന്നു. നന്ദ ഡാൻസ് പഠിക്കാൻ പോകുന്ന ആ ഒരു ഇതിൽ. അപ്പോൾ നന്ദ ഡാൻസ് കളിക്കുന്നത് വളരെ മോശമായ പരിപാടിയാണെന്നും പറഞ്ഞ് അങ്ങനെയൊന്നും പിങ്കിമോള് ചെയ്യില്ല, പിങ്കിമോളുടെ വാക്കിനെ താൻ വില കൊടുക്കുകയുള്ളൂ, പിങ്കിമോള് പറയുന്നതാണ് ന്യായം തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ അരുന്ധതി അവിടെ കിടന്ന ആളായതാണ്. ആ സമയത്ത് തന്നെ നമ്മുടെ നന്ദ പിങ്കിയെ വെച്ചങ്ങ് കളിക്കാൻ തീരുമാനിച്ചു. എന്താ നീ ഇത് പറയില്ലേ പിങ്കി, ഞാൻ ഡാൻസ് കളിക്കുന്നത് അത്ര മോശമായൊരു പരിപാടിയാണോ? നീ എന്താ പിങ്കി ഒന്നും മിണ്ടാത്തത്, പറയില്ലേ പിങ്കി എന്ന് ചോദിച്ചു. പിങ്കിയെ അങ്ങോട്ട് ത്രിശങ്കു സ്വർഗത്തിലാക്കിയെന്ന് തന്നെ പറയാം. ത്രിശങ്കുവിൽ നിൽക്കുന്ന നമ്മുടെ പിങ്കി എന്ത് ചെയ്യും? ഒരു രീതിയിലും ഇവളെ പിണക്കാനും പറ്റത്തില്ല, അവരുടെ മുന്നിൽ സംസാരിക്കാനും പറ്റില്ല. പക്ഷേ അവസാനം നന്ദയ്ക്ക് കൂടെ നിന്നില്ലെങ്കിൽ തൻ്റെ കള്ളത്തരം പൊളിയും എന്നറിയാം. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരി എന്ത് ചെയ്തു? അത് പിന്നെ വല്യമ്മായി നമ്മളും ഇപ്പോഴും ഈ പഴയ രീതിയിലുള്ള ചിന്താഗതിയൊക്കെ ആയിട്ട് നടക്കുകയാണെന്ന് എല്ലാവരും അറിഞ്ഞാലേ അത് വളരെ നാണക്കേടാണ്. കാലം മാറിയതിനനുസരിച്ച് നമ്മൾ മാറണ്ടേ എന്നൊക്കെ ചോദിച്ചു. ഇത് കേട്ട് അന്താളിച്ചിങ്ങനെ മോഹിനിയും പവിത്രയും അതുപോലെ തന്നെ അരുന്ധതിയും ഇങ്ങനെ നോക്കുന്നു. അപ്പം ലക്ഷ്മിയുടെയും അതുപോലെ തന്നെ ഗൗതത്തിൻ്റെയും മുഖത്ത് ചെറിയൊരു പുഞ്ചിരി വിടർന്നു. കാരണം പിങ്കി നന്ദയ്ക്ക് സപ്പോർട്ടായിട്ട് സംസാരിക്കുന്നു, ലോകാത്ഭുതങ്ങളിലൊന്ന്. അങ്ങനെയാണ് അവരതിനെ കാണുന്നത്. പിങ്കി മോളെ, ഞാനൊന്ന് പറഞ്ഞോട്ടെ അമ്മായി, നന്ദ ഇപ്പോൾ കോളേജിൽ ഒരു ഡാൻസ് പ്രാക്ടീസ് ചെയ്തു അല്ലെങ്കിൽ ഡാൻസിന് പങ്കെടുത്തു എന്ന് കരുതി അതത്ര വലിയ തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. പിന്നെ നന്ദ ഒരു സ്ഥാപനത്തിൽ പഠിക്കുമ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നന്ദയും ശ്രദ്ധിക്കണമല്ലോ, അല്ലെങ്കിൽ നന്ദ അതിലൊക്കെ ഉൾക്കൊള്ളണമല്ലോ. അപ്പം നമുക്കതിനെ അങ്ങനെ കണ്ടാൽ മതിയല്ലോ. അതിനെ വേറൊരു രീതിയിൽ വളച്ചൊടിക്കുമ്പോഴാണല്ലോ അത് വേറൊരു രീതിയിലേക്കൊക്കെ ആയി പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഡയലോഗും കാര്യങ്ങളും. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നന്ദ ഡാൻസ് കളിക്കുന്നത് തന്നെയാണ് നല്ലത്. അതിൽ നിന്ന് നന്ദയെ പിന്തിരിപ്പിക്കാൻ പാടില്ലെന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നൊക്കെ പറഞ്ഞു. പിങ്കി മോളെ, നിനക്കിതെന്താ പറ്റി? നീ തന്നെയാണോ ഈ പറയുന്നതെന്ന് ചോദിച്ചു. ഇനിയിപ്പോൾ എന്തിനാ പിങ്കിയോട് നിങ്ങൾ നീ തന്നെയാണോ ഇത് പറയുന്നതെന്ന് ചോദിക്കുന്നത്? പിങ്കി പറയുന്നത് നിങ്ങളും കേട്ടതല്ലേ എന്ന് ചോദിച്ചു. അന്നേരത്തേക്ക് നമ്മുടെ ലക്ഷ്മി, പിങ്കി പറഞ്ഞത് നിങ്ങളൊക്കെ കേട്ടില്ലേ, അപ്പം പിന്നെ പിങ്കി മോള് പറയുന്നതിന് നിങ്ങൾക്ക് ആർക്കും എതിർവാക്കില്ലല്ലോ. അതുകൊണ്ട് പിങ്കി പറഞ്ഞത് കൊണ്ട് നന്ദയ്ക്ക് ഇനിയിപ്പോൾ ഡാൻസിന് പോകാമല്ലോ അല്ലേ ഏട്ടത്തി എന്ന് ചോദിച്ച് നമ്മുടെ ലക്ഷ്മി അങ്ങ് കളിയാക്കി. പിന്നെ പിങ്കി ചേച്ചി പറഞ്ഞതേ 100% സത്യ. പണ്ടത്തെ രീതിയിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരുന്നാലേ എല്ലാവരും നമ്മളെ കളിയാക്കുമെന്നും പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് തലക്കാനും മറിയുവാണ് നമ്മുടെ പവിത്രയെ കൊണ്ട് പിന്നെ ഒരു രക്ഷയില്ല. പവിത്ര അവിടെയും കൂടും ഇവിടെയും കൂടും എല്ലായിടത്തും കൂടും. അങ്ങനെ പവിത്ര ആ രീതിയിൽ പറഞ്ഞു. പവിത്ര അത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പവിത്രയുടെ നേരെ മോഹിനി ഒരു നോട്ടം. പിന്നെ കൂടുതലൊന്നും സംസാരിച്ചില്ല, അവിടെ അങ്ങനെ അങ്ങ് നിർത്തി. എന്തായാലും പിങ്കി സമ്മതിച്ചതുകൊണ്ട് ഇനിയിപ്പം ഞാനതിൽ പങ്കെടുക്കുന്നതിൽ പ്രശ്നമൊന്നും ഇല്ലല്ലോ അല്ലേ അമ്മായി എന്നും ചോദിച്ചു, വല്യമ്മായി എന്നും ചോദിച്ച് നമ്മുടെ നന്ദ ഇങ്ങനെ ചോദിച്ചു. എന്നിട്ട് നന്ദ നേരെ കോളേജിലേക്ക് പോകുക. അപ്പം നന്ദ കോളേജിലേക്ക് പോകുന്നു, അതും ഗൗതമാണ് കൊണ്ടുവിടുന്നത്. ഇവർ രണ്ടുപേരും കൂടെ പോകണു. അങ്ങനെ നന്ദയ്ക്ക് വേണ്ടി സംസാരിച്ചത് കൊണ്ട് പിങ്കിയോട് മൊത്തത്തിലൊരു ഇഷ്ടക്കുറവ് പോലെ അവർക്ക്. അപ്പോൾ അവർ പിങ്കിയുടെ മുന്നിൽ കൂടുതൽ സംസാരിക്കാനൊന്നും നിന്നില്ല. ദേഷ്യപ്പെട്ട് ഇവരും അകത്തേക്ക് കയറിപ്പോയി, കലിപ്പിൽ തന്നെ അകത്തേക്ക് കയറിപ്പോയി. പിങ്കി എന്നിട്ട് ഭയങ്കര ദേഷ്യത്തിൽ ഇങ്ങനെ നിൽക്കുക. ഭയങ്കര കലിപ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര കലിപ്പ്. പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഗൗതം ഇങ്ങനെ നന്ദയോട്, എന്തായാലും തന്നെ ഞാൻ സമ്മതിച്ചു, പിങ്കിയെ കൊണ്ട് തനിക്ക് സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ അതൊരിക്കലും സംഭവിക്കുന്ന കാര്യമാണെന്ന് ഞാൻ ഓർത്തില്ല, പക്ഷെ അത് സംഭവിച്ചല്ലോ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് പിന്നെ അങ്ങനെ സംഭവിച്ചല്ലേ പറ്റുള്ളൂ എന്ന് ചോദിച്ചു. അങ്ങനെ സംഭവിപ്പിക്കണമല്ലോ എന്നും പറഞ്ഞ് അങ്ങനെ ആ ഒരു ഇതിൽ സംസാരിക്കാം. അങ്ങനെ അവർ തമ്മിൽ ആ ഒരു കാര്യമൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നീട് കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗൗതം അവിടെ തൻ്റെ ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോണു. അപ്പോൾ അങ്ങനെ ചെല്ലുമ്പോൾ ഡ്യൂട്ടിയുടെ കാര്യങ്ങളിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മേലുദ്യോഗസ്ഥനെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമുണ്ടല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. അപ്പോൾ ഈ സുഹാസിൻ്റെ കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണത്തിലാണിപ്പോൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഇമ്പ്രൂവ്മെൻറ്റ്സ് സാറിനെ ബോധ്യപ്പെടുത്തുക എന്നുള്ള ഒരു ലക്ഷ്യമായിട്ടാണ് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അപ്പോൾ അവിടെ ചെന്നു ഗൗതം സാറിനോട് കാര്യങ്ങളൊക്കെ പറയുവാണ്. അപ്പോൾ സുഹാസിനെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളെ പറ്റിയും അതുപോലെ തന്നെ സുഹാസിൻ്റെ സഹോദരി ഒരു മെൻ്റൽ പേഷ്യൻ്റാണ്, ഇന്ന ഹോസ്പിറ്റലിൽ ഇന്ന ഡോക്ടറുടെ ചികിത്സയിലാണ് ആ പുള്ളിക്കാരി കഴിയുന്നത്. അപ്പോൾ ഈ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് മറ്റൊരു ലക്ഷ്യമുള്ളതായിട്ട് തോന്നുന്നില്ല. പിന്നെ അതിൽ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി എന്താണെന്നുള്ളത് കുറേയൊക്കെ മനസ്സിലായിട്ടുണ്ട്. പക്ഷേ അയാൾ ഒളിവിലാണ്, എവിടെയാണ് എങ്ങനെയാണ് എന്നൊന്നും അറിയാൻ കഴിയുന്നില്ല.
തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മുടെ ഗൗതം പറഞ്ഞു. പിന്നെ കുട്ടിക്ക് പ്രശ്നമൊന്നും ഉണ്ടാകുന്ന ഒരു ലക്ഷണവും കാണുന്നില്ലെന്നും പറഞ്ഞു. പക്ഷേ അയാളെക്കുറിച്ച് ഫുൾ ഡീറ്റെയിൽസ് കിട്ടിയിട്ടുണ്ടെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും. അങ്ങനെ പറഞ്ഞ് നമുക്ക് ഒഴിയാൻ കഴിയില്ല ഗൗതം. എത്രയും പെട്ടെന്ന് അയാളെ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അയാളെ കണ്ടെത്തിയാൽ മാത്രമേ ആ കുട്ടി എവിടെയുണ്ട് എന്ന് നമുക്ക് കണ്ടെത്താനായിട്ട് കഴിയുകയുള്ളൂ എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു നമ്മുടെ മേലുദ്യോഗസ്ഥൻ ഗൗതത്തിനോട്. അപ്പോൾ ഞങ്ങൾ ടീം വളരെയേറെ ശ്രദ്ധിക്കുന്നുണ്ട് സാർ, അല്ലെ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട് സാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗൗതം ഇങ്ങനെ പറയാം. അങ്ങനെ ഗൗതവും ആ സാറും കൂടെ അതിനെപ്പറ്റിയൊക്കെ സംസാരിക്കുന്നു. അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം അവിടെ സംഭവിക്കുക കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പിങ്കിയുടെ കൂട്ടുകാരി സാന്ദ്രയുണ്ടല്ലോ. സാന്ദ്ര വീട്ടിലിരിക്കാതെ ഇങ്ങനെ കറങ്ങി നടക്കുകയല്ലേ. അങ്ങനെ സാന്ദ്ര നടന്നു പോകുന്നു. അപ്പം നടന്നു പോകുമ്പോൾ അതുവഴി ഒരു ബൈക്ക് വന്നു. അപ്പോൾ ബൈക്ക് വന്നപ്പോൾ അതൊരു ചെറുപ്പക്കാരൻ ഓടിക്കുന്നു. ഈ സാന്ദ്രയെ കണ്ടു. അയാൾ കുറച്ച് ദൂരെ അങ്ങ് വണ്ടി മാറ്റി നിർത്തിയിട്ട് ഈ സാന്ദ്രയെ തന്നെ ശ്രദ്ധിച്ചു. അപ്പോൾ സാന്ദ്രയാണെന്ന് മനസ്സിലായി. ഇയാൾ സാന്ദ്രയെ പിറകിൽ നിന്ന് വിളിച്ചു. അപ്പോൾ സാന്ദ്ര തിരിഞ്ഞു നോക്കിയപ്പോൾ ഹെൽമെറ്റൊക്കെ വെച്ചൊരു ചെറുപ്പക്കാരൻ. സാന്ദ്ര ഇങ്ങനെ സംശയത്തോടു കൂടി നോക്കി ഇത് ആരാണെന്നറിയാൻ ആ ഒരു ഇതിൽ. അങ്ങനത്തെ സാന്ദ്ര ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കുവാട്ടോ ഇത് ആരാണെന്ന്. പെട്ടെന്ന് അയാൾ ഹെൽമെറ്റ് ഊരി കഴിഞ്ഞപ്പം സാന്ദ്രയ്ക്ക് മനസ്സിലായി സാന്ദ്രയ്ക്ക് ഒത്തിരി പരിചയമുള്ള ഒരാൾ വേറെ ആരും ആയിരുന്നില്ല, നമ്മുടെ മിഥുൻ തന്നെയാണ്. അതായത് ഡാൻസ് കോമ്പറ്റീഷനിൽ നമ്മുടെ നന്ദയോടൊപ്പം പങ്കെടുക്കാനുള്ള ആ ചെറുപ്പക്കാരനെ കണ്ടതും എടാ മിഥുനേ എന്നും വിളിച്ചുകൊണ്ട് സാന്ദ്ര അലച്ച് തല്ലി അങ്ങനെ കിടക്കുന്നു. അപ്പോൾ നീ എന്താ ഇവിടെ? ഞാൻ ഇപ്പോൾ ഇവിടെ ഈ കോളേജിലാണ് പഠിക്കുന്നത്. ഈ കോളേജിലോ? ഏത് കോളേജിൽ? അപ്പോൾ അങ്ങനെ സംസാരിച്ച് വന്നപ്പം നന്ദ പഠിക്കുന്ന കോളേജിലാണെന്ന് മനസ്സിലായി. അത് കഴിഞ്ഞ് നീ ഇവിടെ പോവാ, നീ ഇത് എവിടെയാണെന്നൊക്കെ ചോദിച്ചു. എൻ്റെ വീട് ഇവിടെയാണ്, ഞാൻ ഇവിടെ അപ്പുറം വരെ പോയത്, അങ്ങനെയൊക്കെ പറഞ്ഞു സാന്ദ്രി. അങ്ങനെ പിന്നെ ഇവർ വിശേഷങ്ങളൊക്കെ ചോദിച്ചു, പിന്നെ പഠിക്കുന്ന കാര്യങ്ങൾ ചോദിച്ചു. അതിനുശേഷം ഈ നന്ദ പഠിക്കുന്ന കോളേജിലാണ് എന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം നന്ദയെ അറിയുമോ എന്നുള്ളൊരിതിൽ, അപ്പോൾ അറിയാൻ പറ്റിയെങ്കിൽ അത് നല്ല കാര്യമല്ലേ, ആ ഒരു ഇതിൽ ചോദിച്ചപ്പം നന്ദയെ അറിയാമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം ഞങ്ങൾക്കൊരു കോമ്പറ്റീഷനുണ്ട്, അതിൽ നന്ദയും ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. നന്ദ എന്നാണ് ആ കുട്ടിയുടെ പേരെന്നാണ് എൻ്റെ ഒരു ഇതെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സാന്ദ്രയ്ക്ക് ഭയങ്കരമായിട്ട് അങ്ങ് സന്തോഷമായി. എന്നാലും എൻ്റെ മിഥുനെ നിന്നെ ഇവിടെ വെച്ച് കാണുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചതല്ല കേട്ടോ, എന്തായാലും വമ്പൻ സർപ്രൈസ് ആയി പോയിട്ടോടാ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. അങ്ങനെ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അങ്ങനെ അവർ രണ്ടുപേരും പരിചയമൊക്കെ പുതുക്കി അങ്ങനെ സംസാരിച്ച് അവർ തമ്മിൽ പിരിഞ്ഞു. അപ്പോൾ ഇനിയും കാണാം. പിന്നെ നമ്പറൊക്കെ വാങ്ങിച്ചു. അങ്ങനെ അവർ തമ്മിൽ സാന്ദ്രയാണ് എല്ലാത്തിനും മുൻകൈ എടുക്കുന്നത്. കാരണം പണി കൊടുക്കാനുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ ഏത് രീതിയിലാണ് പണി കൊടുക്കേണ്ടതെന്ന് രണ്ടുപേർക്കും കൂടെ പ്ലാൻ ചെയ്തിട്ട് വേണമല്ലോ മിഥുനെ വിളിക്കാൻ. അപ്പോൾ പിന്നെ നമ്പറൊക്കെ വാങ്ങിച്ചു. അത് കഴിഞ്ഞിട്ട് രണ്ടുപേരും കൂടെ സിയു പറഞ്ഞു പിരിഞ്ഞു. അയാൾ അങ്ങ് പോയി സെക്കൻഡുകൾ കഴിഞ്ഞില്ല, അതിനു മുമ്പ് പിങ്കിയെ വിളിച്ചിട്ട് എടി പിങ്കി ഒരു ഉഗ്രൻ ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോൾഡൻ ചാൻസോ? എന്തിനാ? അപ്പോൾ പിങ്കി ഭയങ്കരമായിട്ട് ഡള്ളായിട്ടിരിക്കുക നന്ദയുടെ കാര്യങ്ങൾ ആലോചിച്ചിട്ട്. ഒരു ഗോൾഡൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ഗോൾഡൻ ചാൻസോ? എന്ത് ഗോൾഡൻ ചാൻസ്? നീ എന്തൊക്കെയാ പറയുന്നേ? എടി എന്നെ ഭീഷണിപ്പെടുത്തി ഞാൻ സംസാരിക്കുന്നത് മുഴുവൻ മൊബൈൽ പകർത്തി തെളിവുകൾ ശേഖരിച്ച് അത് വെച്ച് നിന്നെ അവിടെ ഇട്ട് വെള്ളം കുടിപ്പിക്കുന്ന ഒരു രാക്ഷസിയില്ലേ, ഒരു രക്തരക്ഷസ്, അവളെ പൂട്ടാൻ ഒരു സുവർണ അവസരമാണെടി വന്നു ചേർന്നിരിക്കുന്നതെന്ന് പറഞ്ഞു. അവളെ പൂട്ടാൻ എന്താ ഒരു അവസരമാണെന്ന് കേട്ട് കഴിഞ്ഞപ്പോൾ പിങ്കിക്ക് ഭയങ്കര സന്തോഷം. എന്തവസരമാടി എന്നും ചോദിച്ചുകൊണ്ട് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അത് പിന്നെ ഞാനിപ്പോൾ യാദൃശികമായിട്ട് ഒരാളെ കണ്ടടി, എന്തായാലും നമ്മൾ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ആ നന്ദയെന്ന് പറഞ്ഞ പിശാചിൻ്റെ കെണിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടാം. അവൾ നിന്നെ ഇനി ഒന്നും ഒരു രീതിയിലും ഉപദ്രവിക്കില്ല, നീ നോക്കിക്കോ. അവളുടെ കയ്യിൽ നിന്ന് നിനക്ക് രക്ഷപ്പെട്ട് സമാധാനമായിട്ടിരിക്കാം. നീ കാര്യം തുറന്നു പറ സാന്ദ്രേ, എന്താന്ന് പറ. അവളുടെ കൂടെ ഡാൻസിന് കോമ്പറ്റീഷൻ ഐറ്റത്തിൽ പങ്കെടുക്കുന്ന ഒരാളുണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ ആ മിഥുൻ? പറഞ്ഞിരുന്നു. എടി ആ മിഥുനെ ഞാനിന്ന് കണ്ടു. ആ മിഥുൻ ആരാണെന്ന് നിനക്കറിയോ? ഞാനെങ്ങനെ അറിയാനാ, നീ പറ. ആ മിഥുൻ എൻ്റെ ഒരു റിലേറ്റീവ് ആടി. അവനെ എത്ര കാലങ്ങൾക്ക് ശേഷം ഇന്ന് ഞാൻ കണ്ടതെന്നറിയോ? അവനെ കണ്ടു. അവനുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് നന്ദയുമായിട്ടുള്ള ആ കോമ്പറ്റീഷൻ ഡാൻസിൽ അവൾക്കൊപ്പം ഡാൻസ് കളിക്കുന്നത് അവനാണെന്ന് ഞാൻ അറിഞ്ഞത്. അവനായിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് പ്രതീക്ഷയുണ്ട്. എന്തായാലും ഇത് വെച്ച് നമുക്കൊരു കളി കളിക്കാം. ഞാൻ അവൻ്റെ നമ്പറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അത് വെച്ച് നമുക്ക് നന്ദക്കിട്ട് പണി കൊടുക്കണം. ഇനി നന്ദ നിൻ്റെ നേരെ തല പൊക്കാനുള്ളൊരു അവസരം ഉണ്ടാക്കരുത്. അവളെ ഉണ്ടല്ലോ, അവളെങ്ങനെയാണോ നമ്മളെ പൂട്ടിയത് അതിനേക്കാളും 10 മാറ്റിൽ അവളെ പൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ട് രണ്ടെണ്ണങ്ങളും കൂടെ പ്ലാൻ ചെയ്യുക. അങ്ങനെ രണ്ടുപേരും കൂടി ഈ കാര്യമൊക്കെ കേട്ട് വളരെ സന്തോഷത്തോടു കൂടി ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ
ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം. ആരും തന്നെ മിസ് ചെയ്ത് കളയരുത്. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുന്നു. അടുത്ത സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി. സീ യു അഗൈൻ. ടേക്ക് കെയർ. ബൈ.